ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. വയനാട്ടിലെ കർഷകൻ അജിയെ ആന ആക്രമിക്കുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ, വളരെ ക്ലിയർ ആയിട്ടുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CCTV ദൃശ്യങ്ങൾ. ആന ഗേറ്റ്, നമ്മൾ നേരത്തെ കണ്ടതാണ്, വളരെ കുഞ്ഞു സ്റ്റെപ്പാണ് അവിടുത്തെ. ആ സ്റ്റെപ്പ് കയറി ആ ഗേറ്റ് തകർത്ത് വീടിനുള്ളിലേക്ക് കയറി അജിയെ പിന്തുടർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. നേരത്തെ നമ്മൾ CCTV ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെങ്കിലും ഇത് വളരെ ക്ലിയർ ഉള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിദാരുണമായ സംഭവം, ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. കലിപൂണ്ട കാട്ടുകൊമ്പൻ ഒരു കർഷകന്റെ ജീവൻ എടുത്തിരിക്കുന്നു. ഈ അജിക്കൊപ്പം തന്നെ ഒരുപാട് പേര് ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുക. കാരണം അവരെല്ലാം വീടിന്റെ ഒരു വശത്തേക്ക് പോയി. ആന അജിയെ മാത്രം, ആ കർഷകനെ മാത്രം പിന്തുടർന്ന് കൊലപ്പെടുത്തി. അതിനുശേഷം ആ നാട്ടുകാരുടെ ഒരു റിയാക്ഷനൊക്കെ നമുക്ക് കാണാം. അവർ തലയിൽ കൈവച്ച് വിളിക്കുകയാണ്. കൊലപ്പെടുത്തിയതിനു ശേഷം ആന അതുവഴിയാണ് ആ കുന്നിൻ മുകളിലേക്ക് പോയത്. ഇപ്പോഴും ആന അവിടെ തന്നെ തുടരുന്നു. ആനയെ കാട് കയറ്റുന്ന നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇനിയും ലഭ്യമല്ല. ആന അവിടെ തന്നെ തുടരുകയാണ് എന്നുള്ളതും അനൌദ്യോഗികമായ വിവരം തന്നെയാണ്. ഈ സംഭവത്തിന് ശേഷം അവിടേക്ക് ഒരുപാട് പേർ ഓടിയെത്തുന്നു. കമൽ, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. വളരെ ക്ലാരിറ്റിയുള്ള ദൃശ്യങ്ങൾ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. കാരണം തലയിൽ കൈവച്ച് പോവുകയാണ് ഈ ഒരു സംഭവം കാണുമ്പോൾ. ഈ വയനാടുകാരെ സംബന്ധിച്ച് ഈ ആനയുടെ കാര്യത്തേക്ക് വരുവാണെങ്കിൽ കമൽ, ആന ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നുണ്ടോ? നമുക്ക് ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു വിവരം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നുണ്ടോ? സേതു, ആ ദൃശ്യങ്ങളെ കുറിച്ച് പറയാം. നമ്മളിവിടെ എത്തിയതിനു ശേഷം ഷമീർ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് നേരിട്ട് പകർത്തി അയച്ച ദൃശ്യങ്ങളാണ്. നേരത്തെ നമുക്ക് ലഭിച്ചത് അത് ഫോണിൽ ആ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. ഇപ്പോൾ അത് ഷമീർ അതിൻ്റെ ഒറിജിനൽ വീഡിയോ പകർത്തിയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ കാണുന്നത് ആന എടുത്തെറിയുന്നത് വരെയുള്ള ഭാഗമാണ്. അതിനുശേഷം CCTVയുടെ ഏരിയയിൽ നിന്ന് മാറി പിന്നെ നമ്മൾ നേരത്തെ ആ രക്തക്കറയും മുണ്ടൊക്കെ കാണിച്ച ഭാഗത്തേക്ക് ദൃശ്യങ്ങളില്ല. അതിന് തൊട്ട് മുന്നേ വരെയുള്ള ദൃശ്യങ്ങളാണ്. ഞാൻ ആ ദൃശ്യങ്ങളിൽ ഈ അജിയെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വരെയുള്ള ദൃശ്യങ്ങളാണ് CCTVയിലുള്ളത്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. അത് ഈ മുറ്റത്ത് നിന്ന് മാറി സൈഡിലൊരു തിട്ടയുണ്ട്. ആ തിട്ടയിലേക്ക് അജിയെ എടുത്തെറിഞ്ഞു. അവിടെ വെച്ചാണ് ഈ അവസാനത്തെ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെയാണ് രക്തം കെട്ടിക്കിടക്കുന്നതും അജിയുടെ വസ്ത്രങ്ങൾ ഉള്ളതുമൊക്കെ. അതിനുശേഷം ആന ആ വഴിക്ക് കയറി പോവുകയാണ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായി ഇവിടെ ഇപ്പോൾ പോലീസ് സംഘമൊക്കെ എത്തിയിട്ടുണ്ട്. പോലീസുകാരിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് ആനയെ ഓടിക്കാനുള്ള നടപടികൾ ഈ കുന്നിൻ മുകളിൽ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞു, കാട്ടിക്കുളം, കർണാടകയിൽ നിന്ന് മാനന്തവാടിക്ക് വരുന്ന റോഡിൽ നിന്ന് മാറി കുറുവദ്വീപിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. അപ്പോൾ ആ വനമേഖലയിലേക്ക് കാട്ടിക്കുളം ചങ്ങല ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ, രണ്ടാം ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ വനമേഖലയിലേക്കാണ് ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നത്. ആ ഭാഗത്തുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കണമെന്ന അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ആനയെ വനത്തിലേക്ക് ഓടിച്ചു കയറ്റാൻ, വയനാട് വന്യജീവി സങ്കേതമാണ് ആ ഭാഗത്ത്, കാട്ടിക്കുളത്തിൻ്റെ ഒരു ഭാഗം വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽപ്പെട്ട ഭാഗമാണ്, ഫോറസ്റ്റാണ്. അങ്ങോട്ട് ആനയെ ഓടിച്ചു കയറ്റുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ഇവിടെ എത്തിയ പോലീസ് സംഘത്തിൽ നിന്നുമൊക്കെ എനിക്ക് ലഭിച്ചത്. ഈ
ഈ കമൽ, നമ്മൾ ഈ CCTV ഇപ്പോൾ വന്ന് ഈ ഏറ്റവും പുതിയ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആ വീട്ടിൽ കുറച്ച് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അവർ ഈ പുറത്തുനിന്ന് കളിക്കുമായിരുന്നു തോന്നുന്നു. ഇവർ കയറി വരുന്നതൊക്കെ കണ്ടതിന് ശേഷം ഇവരെ വീട്ടിലേക്ക് ഓടിക്കയറുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ, പുറത്തുണ്ടോ? കാരണം അവർ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഭയന്ന് കാണുമായിരിക്കും അല്ലേ? ഈ മോന ഇവിടുത്തെ മോൻ എൻ്റെ കൂടെ ഉണ്ട്. ആനനെ കണ്ടോ? മോൻ കണ്ടോ? മോനുള്ളപ്പോഴാണോ അത് ഓടിക്കേറി വന്നേ? പേടിച്ചു പോയോ? ഓടി അകത്തേക്ക് കയറിയോ? മോന്റെ പേരെന്താ? രോഹിത്. ഏത് ക്ലാസ്സിലാ? 2ല്. നിങ്ങൾ എല്ലാരും പുറത്ത് കളിച്ചോണ്ട് നിൽക്കായിരുന്നു? അല്ല, കളിച്ചോണ്ടല്ല. ആ ചേട്ടൻ തീപ്പെട്ടി വെച്ചപ്പോ ഏട്ടന് എറിഞ്ഞു കൊടുത്തു. ആരെ? ഈ അജിച്ചേട്ടനോ? അല്ല, എന്റെ ഏട്ടൻ എറിഞ്ഞു കൊടുത്തു. അപ്പൊ അവിടെ ചാടിപ്പോയി. ഞാൻ എടുത്ത് ആ ചേട്ടന് കൊടുക്കാൻ നോക്കിയതാ. അപ്പത്തേക്കും ആന ഇവിടെ എത്തി. അപ്പൊ മോൻ ആനന്റെ മുന്നിലായിരുന്നു ശരിക്കും. ആന കുറച്ച് താഴെയായിരുന്നു. അപ്പത്തേക്ക് ഇവിടെയുള്ള ഒരു ചേട്ടൻ പറഞ്ഞു ഓടി വീട്ടിൽ ഇവിടെ കയറിക്കോളാൻ. ചേട്ടനോ? മോന്റെ ചേട്ടനാണോ താഴെ ഉണ്ടായിരുന്നു? ചേട്ടൻ എവിടെ? എന്റെ ചേട്ടനുണ്ടാ. മോന്റെ പേരെന്താ? റോമിത്ത്. മുറ്റത്ത് നിൽക്കായിരുന്നു? അല്ല, ഞാൻ ഇവിടുത്തെ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട് വന്ന. ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കയറി വരാൻ ഗേറ്റ്. ഞാൻ അവിടുന്ന് വേഗം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് ദേഷ്യം പിടിച്ചോലെ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ ഞാൻ വേഗം ഗേറ്റ് ഓടി കയറാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയതാ. അപ്പോഴത്തേക്ക് അത് വേഗത്തിൽ സ്റ്റെപ്പ് കയറി വരാൻ തുടങ്ങി. അപ്പൊ മോൻ ഓടി അകത്തേക്ക്? അവിടെയുള്ള ചേട്ടന്മാര് വേഗം അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഓടി അകത്ത് കയറിയത്. സേതു, ഈ വീട്ടിലെ 2 മക്കളാണ് രോഹിത്തും റോമിത്തും. അവർ പുറത്തുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞതുപോലെ ആരോ തീപ്പെട്ടി ചോദിച്ചു കൊടുക്കാനൊക്കെ നോക്കിയായിരുന്നു. അപ്പോഴാണ് ആന ഈ ഓടി വരുന്നത്. രണ്ടാളും എന്തായാലും സുരക്ഷിതരായി വീടിനകത്തേക്ക് കയറി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നന്നായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കമൽ. കാരണം ആ മക്കൾ അവർ രണ്ടുപേരും ഓടി കയറുന്നുണ്ട്. അവരാ മുറ്റത്തുണ്ടായിരുന്നു. ആന എന്താണെങ്കിലും ആ വഴി അങ്ങ് പോയി. അല്ലെങ്കിൽ ഈ ഒരു വശത്തേക്കാണ് വന്നെങ്കിൽ അവിടെ ഒരുപാട് പേരും ഉണ്ടായിരുന്നു. ഈ കമൽ, മറ്റൊരു കാര്യം ഈ വയനാടുകാരുടെ ഒരു കാര്യമാണ്. കാരണം ഇവരിനി എത്ര നാൾ ഈ ഒരു ആവശ്യവുമായി മുന്നോട്ട് പോകുമല്ലേ? ഓരോ ദിവസം കഴിയുന്തോറും ഓരോ കാര്യങ്ങളാണ്. തണ്ണീർക്കൊമ്പൻ ഇറങ്ങി, അതിനുശേഷം മറ്റൊരു ആന ഇറങ്ങി, അത് ഒരാളുടെ ജീവനെടുത്തു. ഇതിനൊക്കെ പുറമെ പുലി, കടുവ, കരടി, ഇതെല്ലാം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രതിഷേധിച്ച് എത്രയാണ് ഇവരുടെ പ്രതിഷേധം? ഓരോ ദിവസവും ഇവർക്കിങ്ങനെ പ്രതിഷേധിച്ച് നടക്കേണ്ട ഒരു ആവശ്യം, നിസ്സാരമായൊരു ആവശ്യം, അത് നിറവേറ്റാൻ ഇങ്ങനെ പ്രതിഷേധിച്ച് ഗതികടേണ്ട ഒരു അവസ്ഥയിലേക്ക് വയനാട്ടിലെ ജനത എത്തിച്ചേരുന്നു എന്നുള്ളത് അത്യന്തം വിഷമകരമായ ഒരു കാര്യം കൂടിയാണ് കമൽ. സേതു, ഈ പരിഹാരങ്ങളൊന്നും ശാശ്വതമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ, ഞാനൊരു 15 വർഷത്തോളമായി വയനാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തുന്നു. അന്ന് മുതൽ ഈ പുലിയുടെയും കടുവയുടെയും വാർത്തകൾ, പ്രത്യേകിച്ച് ആനകൾ നാട്ടിലിറങ്ങുന്ന വാർത്തകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ശാശ്വത ഇത്തവണ നമുക്കറിയാം, ബജറ്റിൽ വന്യജീവി സംഘർഷം തടയാൻ 48 കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചത്. പക്ഷേ വയനാട്ടിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് വയനാട്ടിൽ മാത്രം കാടും നാടും ഈ സ്ഥിരമായി ആന ഇറങ്ങുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രദേശങ്ങളെങ്കിലും ബ്ലോക്ക് ചെയ്ത് കാടും നാടും വേർതിരിക്കാൻ ഒരു 800 കോടി മുതൽ 1000 കോടി രൂപ വരെ വേണം. അത്തരത്തിലൊരു പാക്കേജിലൂടെ മാത്രമേ കുറച്ചെങ്കിലും, പ്രത്യേകിച്ച് ഈ ആനയുടെ, കടുവയും കരടിയും വരുന്നത് ഒരുപക്ഷെ അതുകൊണ്ട് തടയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിരന്തരമായി കാട്ടാനകൾ ഇറങ്ങുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിരന്തരമായി ശല്യമുണ്ടാകുന്ന പ്രദേശത്തെങ്കിലും കൃത്യമായ ഫെൻസിംഗ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഒരുക്കാൻ 800 മുതൽ 1000 കോടി രൂപ വരെ വേണമെന്നാണ് പറയുന്നത്. സംസ്ഥാന സർക്കാർ ഒരു 7000 കോടി രൂപയുടെ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു 2-3 വർഷം മുമ്പ്, കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത്. പക്ഷെ ആ പാക്കേജിലും വളരെ അപര്യാപ്തമായ തുകയാണ് ഇതിന് നീക്കിവെച്ചത്. ആ പാക്കേജ് ഒന്നും നടപ്പായിട്ടില്ല, പല കാര്യങ്ങളും നടപ്പായിട്ടില്ല. അത് വയനാട്ടിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ആ പാക്കേജിലേക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അല്ലാതെ പാക്കേജിന്റെ ഭാഗമായി പുതിയതൊന്നും വന്നിട്ടില്ല. പക്ഷെ ആ പാക്കേജിൽ പോലും വളരെ ചെറിയ തുകയാണ്. അന്ന് അതിന്റെ പ്രതിഷേധവും ആ വാർത്തയൊക്കെ നമ്മൾ നൽകിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആ പാക്കേജിൽ പോലും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് ഈ രംഗത്തുള്ളവർ അന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം വേണം. മറ്റൊന്ന്, ഇപ്പം അല്പം മുമ്പ് ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞല്ലോ, ഒരു ഡ്രോൺ കൊണ്ടുവന്നു, അതിന്റെ ചാർജ് തീർന്നു. ഇതൊക്കെയാണ് സംവിധാനങ്ങൾ. കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പന്റെ വിഷയത്തിൽ പറയുന്നുണ്ടായിരുന്നു, ലാത്തിയുമായി കടുവയെ നേരിടാൻ ഇറങ്ങിയ വനപാലകരുടെ കാര്യം. ഇതിന് കൃത്യമായ സാങ്കേതിക പിന്തുണയോടുകൂടി അതിനനുസരിച്ച് ആൾബലം, അതിനനുസരിച്ച് ജീവനക്കാരെ നിയോഗിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ പറയുമായിരുന്നു, വാഗേരി
കൊല്ലിയിൽ കടുവ ഇറങ്ങിയ ഒരു പന്നി ഫാമിൽ ഇറങ്ങി സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്നു, അവിടെ കൂട് വെച്ചിട്ടുണ്ട്. അവിടെ 2 ഓഫീസുകളിലുള്ള വനപാലകർ ലീവ് എടുത്തിട്ട് 3 മാസമായി എന്ന് കഴിഞ്ഞ ദിവസം എന്നോടൊരു ജീവനക്കാരൻ പറഞ്ഞു. അത്തരത്തിൽ പ്രവർത്തിച്ചിട്ട് കൂടി പക്ഷേ ഇതൊന്നും തടയാനാവുന്നില്ല. അതുകൊണ്ട് കൃത്യമായി കൂടുതൽ ആളുകളെ നിയോഗിക്കുക, വാച്ചർമാരെയൊക്കെ പിരിച്ചുവിടുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഒരു പ്രായം കഴിഞ്ഞ വനവാച്ചർമാരെയൊക്കെ സർക്കാർ നേരിട്ട് പിരിച്ചുവിടുന്ന അവസ്ഥയുണ്ടായി, വളരെ പരിചയസമ്പന്നരായ ആളുകളെ. അപ്പോൾ ആളുകളുടെ സ്ട്രെങ്ത് കൂട്ടുക, അവർക്ക് ആവശ്യമായി ഈ കാലഘട്ടത്തിൽ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ഇത്രയും ടെക്നോളജി വളർന്നിട്ട് ആന ഇറങ്ങിയ വിവരം നാട്ടിൽ അറിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? സർക്കാരല്ലേ, നമ്മളല്ലല്ലോ ഇത്രയും ലക്ഷങ്ങളും കോടികളും ഈ മേഖലയിൽ ചെലവാക്കുന്നു. അത്തരത്തിൽ ടെക്നോളജീൻ്റെ സപ്പോർട്ട് ലഭ്യമാക്കുക. പിന്നെ ഈ 3 സംസ്ഥാനങ്ങളുടെ അതിർത്തിയാണ് വയനാട്. ആനയ്ക്കും കടുവയ്ക്കും കേരളം, കർണാടക, തമിഴ്നാട് എന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ 3 സംസ്ഥാനങ്ങളിലെയും വനം വകുപ്പ് കോർഡിനേറ്റ് ചെയ്ത് സ്ഥിരമായി ഒരു കോർഡിനേഷനുള്ള അത്തരത്തിലൊരു സംവിധാനം സ്ഥിരമായി ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഈ ആനയുടെ കാര്യത്തിലും തണ്ണീർക്കൊമ്പിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടു. ഇപ്പോൾ ലഭിച്ചോ എന്നറിയില്ല. ഇതിൻ്റെ ആന്റിനയും റിസീവറും കൊടുത്തില്ല. ആന്റിനി റിസീവറും വനംവകുപ്പ് കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി പോലും കൈമാറിയില്ല. ഈ നെറ്റ് വഴി, നേരത്തെ ആ വിദഗ്ധൻ പറഞ്ഞതുപോലെ ഈ സിം വഴി ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഇവിടുത്തെ വനംവകുപ്പിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അത് ആന, നമുക്കറിയാം ഫോണിൻ്റെ റേഞ്ച് പോകുന്ന പോലെ ആന കാട്ടിൻ്റെ അകത്ത് പോയാൽ അതിൻ്റെ റേഞ്ച് പോകും. അപ്പോൾ അതല്ലാതെ ഫ്രീക്വൻസി വഴി, ആന്റിന വഴി ഇതിനെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം, തണ്ണീർക്കൊമ്പൻ്റെ വിഷയം ഇത്രയൊക്കെ ആയിട്ടും ഈ 2ാമത്തെ ആനയുടെ കാര്യത്തിൽ അത് അവർ തന്നില്ല. അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുകളിലൂടെയോ സർക്കാരുകൾ തമ്മിലുള്ള ഇടപെടലിലൂടെയോ അത് മേടിക്കാൻ ഉള്ള ഒരു സംവിധാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതുമില്ല. സേതു, അതന്നെയാണ് കമൽ. മാത്രമല്ല ഈ പാക്കേജുകളൊക്കെ ഒരുപാട് പ്രഖ്യാപിക്കുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. കാരണം എത്ര വർഷമായി, നമ്മളൊക്കെ എത്ര കാലം കൊണ്ട് കേൾക്കുകയാണ് ഈ വയനാട്ടുകാരുടെ, ഈ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുള്ള അവരുടെ ദുരവസ്ഥ. അവർക്ക് ജീവിക്കാൻ പാങ്ങില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. കമൽ, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പോലീസൊക്കെ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഈ അവരവിടെ എന്ത് നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത്? സേതു, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്നേ ഉള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത് ഈ കുന്നിന് മുകളിലാണ്. ആനയെ ഡ്രൈവ് ചെയ്ത് കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ മാനന്തവാടിയിലാണ് അജിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഉപരോധമടക്കമുള്ള വലിയ സമരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരും ഒക്കെ അവിടെയാണ് ഉള്ളതാണ് എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്.